ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയ ദശകം 17 ധ്രുവേരിതം. ശ്ലോകം 1. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാഭിഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസുനീരീതി ഭർത്തുരനാധൃതാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. പദം. ഉത്താനപാദ നൃപതേ മനു നന്ദനസ്യ ജായ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ട അന്യാ സുനീതി ഇതി ഭർതൃ അനാദൃത സാ ത്വാം ഏവ നിത്യം അഗതി ശരണം ഗതാ അഭൂത്. അർത്ഥം: സ്വയംഭൂമനുപുത്രനായ ഉത്താനപാദ രാജാവിന് സുരുചി എന്ന ഭക്തി വളരെയേറെ പ്രിയപ്പെട്ടവളും രണ്ടാമത്തെ ഭാര്യയായ സുനീതി അനാദരപാത്രമായും ഭവിച്ചിരുന്നു. ദുഃഖാകുലയായ സുനീതി നിത്യവും അങ്ങയെ ഭജിച്ചു വന്നു. ശ്ലോകം 2. അങ്കേ പിതുസുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോതിരോക്ഷൻ ആജിക്ഷിപേ കില ശിശുസുതരാം സുരുച്യ ദുസ്സന്ധ്യജ ഖലു ഭവദ്വിമുഖൈരസൂയ. പദം. അങ്കേ പിതുഃ സുരുചി പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതഃ അതിരോക്ഷൻ ആജിക്ഷിപേ കില ശിശു സുതരാം സുരുച്യ ദുസ്സന്ധ്യജ ഖലു ഭവത് വിമുഖൈ അസൂയ. അർത്ഥം: പിതാവിൻ്റെ മടിയിൽ സുരുചിപുത്രനായ ഉത്തമൻ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ സുനീതിസുതനായ ധ്രുവനും അതിന് ശ്രമിച്ചു. അപ്പോൾ ബാലനെ സുരുചി നല്ലവണ്ണം ആക്ഷേപിച്ചു. അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് അസൂയാദോഷം പരിത്യജിക്കാൻ പ്രയാസമാണ്. ശ്ലോകം 3. തന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാഭാം സ്വാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. പദം. തന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഹ ഗതഃ നിജാംബാം സാ അപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദം ഏവ ശരണം ശിശവേ ശശംസ. അർത്ഥം: അങ്ങയാൽ മോഹിതനാക്കിയവനും ഭക്തിയുടെ അടിമയുമായ പിതാവ് കാണുക തന്നെ ശകാരവാക്കുകൾ സഹിക്കേണ്ടി വന്ന ധ്രുവൻ അത്യന്തം ഖിന്നനായി സ്വന്തം മാതൃസവിധത്തിലേക്ക് പോയി. സ്വന്തം കർമ്മഗതികൾ തരണം ചെയ്യുവാനൊരുങ്ങുന്ന ജനങ്ങൾക്ക് അങ്ങയുടെ ചരണം തന്നെ ശരണമെന്ന് ആ മാതാവ് ബാലകനെ ഉപദേശിച്ചു. സുനീതിയെ ഭർത്താവ് ആദരിക്കുകയോ അവളുടെ ഹിതാനുസരണം പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ പുത്രൻ്റെ ശോകനിവാരണത്തിന് ഭഗവാൻ തന്നെയാണ് ശക്തിയുള്ളവനെന്ന് കരുതി അവൾ അവനെ തപസ്സിന് പ്രേരിപ്പിച്ചു. ശ്ലോകം 4. ആകർണ്യസോഭിവോദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുഗാനനാഥേ. പദം. ആകർണ്യ സ പി ഭവത് അർച്ചന നിശ്ചിത ആത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാം ആരരാധ തപസാ മധുകാനന അന്തേ. അർത്ഥം: 5 വയസ്സ് പ്രായമുള്ള അഭിമാനിയായ ധ്രുവൻ ഇത് കേട്ട് അങ്ങയെ ആരാധിക്കാൻ നിശ്ചയിച്ചുറച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയും തക്ക സമയത്ത് കണ്ടെത്തിയ നാരദൻ ഉപദേശിച്ച മന്ത്രവും പൂജാവിധികളും ഗ്രഹിച്ച് മധുവനത്തിലെത്തി അങ്ങയെ ഉപദേശിച്ച് തപസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ശ്ലോകം 5. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർത്തിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. പദം.
താതേ വിഷണ്ണഹൃദേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാല ത്വത് അർപ്പിത മന ക്രമവർത്തി തേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. അർത്ഥം: കൊട്ടാരത്തിലെത്തിയ നാരദമുനി വിഷാദഗ്രസ്തനായ ഉത്താനപാദനെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെയിരിക്കെ ബാലകൻ അങ്ങയിൽ ചിത്തമർപ്പിച്ച് ക്രമേണയായി കൊടും തപസ്സനുഷ്ഠിച്ച് 5 മാസം കഴിച്ചുകൂട്ടി. ശ്ലോകം 6. താവത്തബോബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവാർത്തിതസ്തുമുദയത് കരുണാദ്രചേതാഃ ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താത് ആവിർബിഭൂവിധ ബിഭോ ഗരുഡാതിരൂഢഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം: താവത് തപോ ബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവ ആർത്തിത ത്വം ഉദയത് കരുണാ ആർദ്ര ചേതാഃ ത്വത് രൂപ ചിത് രസ നിലീന മതേ പുരസ്താത് ആവിർ ബഭൂവിത വിഭോ ഗരുഡ അതിരൂഢഃ. അർത്ഥം: ധ്രുവൻ്റെ തപശക്തി മൂലം സർവ്വലോകങ്ങളിലെയും ജീവജാലങ്ങൾക്ക് വീർപ്പുമുട്ടാൻ തുടങ്ങി. ഹേ വിഭോ, അപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ മനസ്സ് ദയാദ്രമാകുകയും അങ്ങയുടെ രൂപമായ ചിദാനന്ദരസത്തിൽ അലിഞ്ഞേർന്ന ധ്രുവൻ്റെ മുൻപിൽ അങ്ങ് ഗരുഡാതിരൂഢനായി വന്നെത്തുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.